മക്കളെ, വീണ്ടും സൈല ലേണിംഗിലേക്ക്, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് മലയാളം ഫസ്റ്റിലെ തന്നെ മറ്റൊരു പാഠഭാഗമാണ്. ഞാൻ കഥാകാരനായ കഥ എന്നാണ് നമ്മളുടെ പാഠത്തിന്റെ പേര്. അപ്പൊ ഈ പാഠമൊന്നും നിങ്ങൾ അധികം ചോദിച്ചിട്ടൊന്നും കാണാത്തൊരു പാഠഭാഗമാണ്, വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു പാഠഭാഗമാണ്. പക്ഷെ നിസ്സാരമായി കരുതരുത് കേട്ടോ. ഈ പാഠഭാഗത്തുനിന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ്. അപ്പൊ ഞാൻ കഥാകാരനായ കഥ, എങ്ങനെയാണ് ഞാൻ കഥാകാരനായത് എന്നാര് പറയാണ്? ആരാണ് പറയുന്നത്? ആരുടെ കഥയായിരുന്നു അത്? ആരായിരുന്നു? സഞ്ചാര സാഹിത്യകാരനായ, അല്ലെ, സഞ്ചാര സാഹിത്യകാരന്മാരുടെ കുലപതി എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെ, മലയാളത്തിന്റെ ഒരു അഹങ്കാരമൊക്കെ ആയിട്ടുള്ള ആളാണ്. ആരാണ്? എസ്.കെ. പൊറ്റക്കാട്, അല്ലെ. അപ്പൊ എസ്.കെ. പൊറ്റക്കാട് എങ്ങനെയാണ് ഒരു കഥാകാരനായത്, അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പ്, അല്ലെ, ഒരു രചനാ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയത്, അതിന്റെ തുടക്കം എന്തായിരുന്നു എന്നൊക്കെ സൂചിപ്പിച്ച ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ള ഞാൻ കഥാകാരനായ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവമാണ്. അപ്പൊ പല അനുഭവങ്ങളുമാണ് എഴുത്തുകാരെ എന്ത് ചെയ്യുന്നത്, അസ്വസ്ഥരാക്കുന്നത്, അല്ലെ, അവരുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ്, എഴുതിപ്പിക്കുകയാണ്. എഴുതാൻ വേണ്ടി അവരെ എന്ത് ചെയ്യുന്നു, അവരെ തയ്യാറാക്കുക, സജ്ജരാക്കി എടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്, എഴുത്ത്, അല്ലെ, അവരുടെ അനുഭവങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സഞ്ചാര സാഹിത്യകാരനായ നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിനെ അദ്ദേഹത്തിന്റെ ഹൈസ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അല്ലെ, അദ്ദേഹത്തിന്റെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു സംഭവം, അല്ലെ, അദ്ദേഹത്തെ എഴുത്തുകാരനാക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്, അല്ലെ. വിവാഹശേഷം ഒരു പ്രണയത്തിലായിട്ട് അമ്മയെ, അല്ലെ, കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെ നോക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പുറകെ സഞ്ചരിച്ചിട്ടുള്ള ഒരു മകനോടുള്ള അമർഷവും, അല്ലെ, ആ ഒരു അമ്മയുടെ അവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് എന്ത് ചെയ്തത്, തന്നെ എഴുത്തുകാരനാക്കിയത് എന്ന് ആര് പറയാണ്, എസ്.കെ. പൊറ്റക്കാട് പറയാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാഠഭാഗത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളെ ടീച്ചർ പരിചയപ്പെടുത്താം. അമ്മ മകന് എഴുതാനുണ്ടായ സാഹചര്യം. അപ്പൊ കത്തെഴുതാൻ വേണ്ടിയിട്ടാണല്ലോ എഴുത്തുകാരന്റെ അടുത്ത് വരുന്നത്. എന്തിനായിരുന്നു അമ്മ കത്തെഴുതുന്നത്? കത്തുകൾ അയക്കുന്നത് അമ്മയുടെ ഏകാന്തവും ദയനീയമായിട്ടുള്ള ജീവിത അവസ്ഥ എന്ത് ചെയ്യാണ്, മകനെ, അല്ലെ, മകനെ മിസ് ചെയ്യാണ് അമ്മയ്ക്ക്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മോനാണ്, അല്ലെ. അപ്പൊ അത്രയും ഏകാന്തമായി പോയ അമ്മയുടെ ജീവിതത്തിൽ അമ്മയുടെ വിഷമങ്ങളൊക്കെ പറയാനുള്ള ഒരു മീഡിയമായിട്ട് കത്തിനെ കാണുകയാണ്, അല്ലെ. അതെങ്കിലും കത്ത് വായിച്ചിട്ടെങ്കിലും മകൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ തന്റെ സങ്കടങ്ങളൊക്കെ എഴുതുന്നത്. അപ്പൊ എഴുതാൻ വായിക്കാൻ അറിയില്ല. അപ്പോൾ എഴുത്തുകാരനെ കൊണ്ട്, അല്ലെ, എഴുതിപ്പിക്കുക ചെയ്യുന്നത്, അല്ലെ. അപ്പോൾ നല്ല കാലത്ത് മകന് വേണ്ടി അമ്മ കഷ്ടപ്പെട്ടു, അല്ലെ. ആ മകന്റെ സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത്, അമ്മ കത്തുകൾ എഴുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ചോദ്യം കൂടെയാണ്. അമ്മ ആഗ്രഹിച്ചതുപോലെ ആ മകൻ ചെറിയ ഒരു, അല്ലെ, ഉദ്യോഗസ്ഥനായി. ഒടുവിൽ ആ ഉദ്യോഗസ്ഥയിൽ എന്ത് ചെയ്യാണ്, അനുരക്തനാവുകയാണ്. അത് എന്ത് ചെയ്യുന്നു, ആ പ്രേമസത്വത്തെയും, സത്വം എന്നാണ് പറയുന്നത് കൊണ്ട് അകലെ ഒരിടത്ത് അമ്മയെ ഉപേക്ഷിച്ച് നിൽക്കുകയാണ്, അല്ലെ, സുഖിക്കുകയാണ്. പ്രേമസത്വം എന്ന യുവതിയെ വിശേഷിപ്പിച്ചതിന്റെ അർത്ഥധ്വനികൾ എന്തെല്ലാം എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞതോടെ കടമ മറന്ന മകനോടുള്ള പ്രതിഷേധത്താലും അമ്മയുടെ അവസ്ഥയിൽ മനസ്സലിവ് തോന്നിയത് കൊണ്ടുമാണ് എഴുത്തുകാരൻ യുവതി എന്ത് ചെയ്തത്, പ്രേമസത്വം. ഇതിൽ യുവതി എന്ത് ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഉത്തരവാദിത്വം, കടമകളൊക്കെ ആരുടേതായിരുന്നു? മകൻ്റെതായിരുന്നു, അല്ലെ. അപ്പോൾ ആരെഴുതി കഴിഞ്ഞാലും ഈ പറയുന്ന എഴുത്ത് രീതികളിൽ, അല്ലെ, നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ വരും, അല്ലെ. അപ്പോൾ പുരുഷന്റെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അതൊന്നും നമ്മൾ എഴുത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൂടെ എന്ത് ചെയ്യണം, അതിനെ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മകൻ, അല്ലെ, പ്രേമസത്വം എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അപ്പൊ മകനെ തന്നിൽ നിന്നും അകറ്റിയത് ആരാണ്? ഈ ഭാര്യയാണ് എന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടാണ്, അല്ലെ. അപ്പൊ തൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അല്ലെ. വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് മകൻ തന്നെ നോക്കാതായത്, തന്നിൽ നിന്നും അകന്നു പോയത്, പിരിഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള അമ്മയുടെ ആ ഒരു ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്, അമ്മയെ കൊണ്ട് ആ വാക്ക്, അല്ലെ, എന്ത് ചെയ്യുന്നത്, അമ്മയല്ല പറയുന്നത്, അല്ലെ, എഴുത്തുകാരനാണ്. അപ്പോൾ എഴുത്തുകാരൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, അമർഷമാണ്, ദേഷ്യമാണ് ഈ ഒരു സിറ്റുവേഷനിൽ അമ്മയെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയ മകനോടുള്ള എഴുത്തുകാരന്റെ ഒരു വിദ്വേഷം, അല്ലെ, അയാൾക്ക് തോന്നിയിട്ടുള്ള ഒരു സങ്കടവും അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് തോന്നുന്ന ഒരു സങ്കടവും വിഷമവും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലെ. പിന്നെ മറ്റൊരു ചോദ്യം, എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറുമായി നരകിക്കുന്ന ഒരു ദരിദ്ര മാതാവിനെ അന്ത്യകാലത്തെ കുറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാനും, അല്ലെ, പ്രേമാസക്തനായിട്ട് വഴിപിഴച്ചു പോയൊരു യുവാവിനെ മാതൃത്വത്തിന്റെ ഹൃദയത്തിന്റെ ചിത്രം വരച്ചു കാണിച്ചും മനസ്സിളക്കി തീർക്കാനും ഒരിക്കൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ വിശ്വസിക്കുന്നു, അല്ലെ. അപ്പൊ ഈ സന്ദർഭത്തിന്റെ പ്രത്യേകത എന്താണ്? പെരിയുന്ന നെഞ്ച്, പൊരിയുന്ന വയറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അനുഭവിച്ച, അല്ലെ, ആ ദാരിദ്ര്യത്തിന്റെ തീക്ഷ്ണതയെ സൂചിപ്പിക്കാനാണ്. അപ്പൊ അമ്മയെ മറന്ന് ജീവിച്ച മകനോടുള്ള പ്രതിഷേധമാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ സന്ദർഭത്തിൽ കണ്ടതുപോലെ തന്നെ എഴുത്തുകാരന്റെ വാക്കുകളിൽ നമ്മൾ കാണുന്നത്.
പറയുന്നത്. അപ്പോൾ എസ് കെ പൊറ്റക്കാട് എഴുതിയ കത്ത് വായിച്ച് യുവാവിന്റെ മനസ്സ് മാറുകയും അമ്മയെ വന്ന് കാണുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ തന്റെ പ്രവർത്തനം ലക്ഷ്യം കണ്ടതിലോ എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചതിനുള്ള അഭിമാനം, സംതൃപ്തിയാണ് ഇവിടെ കാണുന്നത്, എഴുത്തുകാരിൽ നമ്മൾ കാണുന്നത്. അപ്പൊ എഴുത്തുകാരൻ എപ്പോഴും എന്താണ്, സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ഒരു സന്ദേശവും എന്ത് ചെയ്യാണ്, കഥ നൽകുകയാണ്. അപ്പോൾ സമൂഹത്തിൽ എന്ത് പ്രശ്നം ആദ്യം ഉണ്ടെങ്കിൽ, പരിസ്ഥിതി പ്രശ്നമായിക്കോട്ടെ, വൃദ്ധരായിട്ടുള്ള ആളുകളുടെ പ്രശ്നമാവട്ടെ, സാമൂഹിക പ്രശ്നമാവട്ടെ, എല്ലാ പ്രശ്നത്തിലും ആദ്യം ഇടപെടുന്നത് ആരായിരിക്കും, എഴുത്തുകാരായിരിക്കും. അവരവരുടെ കവിതകളിലൂടെ പാടി. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ എപ്പോഴും പ്രതികരണ ശേഷിയുള്ള ആളുകൾ എപ്പോഴും എഴുത്തിലൂടെ പ്രതികരിക്കുന്ന ആരാണ്, എഴുത്തുകാരാണ്. അപ്പോൾ അവർ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. അപ്പോൾ കലാകാരന്മാരും അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അവർ കടമ ചെയ്തതിൽ എനിക്ക് സംതൃപ്തി ഉണ്ട് എന്നാണ് ആ സന്ദർഭത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങളിൽ ഒന്ന് തന്നെയാണ്. ചോദ്യങ്ങൾ വരും, കഥ അല്ലേ, അമ്മയെക്കുറിച്ച് ചോദിക്കും, അല്ലെ സന്ദർഭങ്ങൾ ചോദിക്കും, പ്രയോഗങ്ങൾ ചോദിക്കും. അപ്പോൾ സൂപ്പറായിട്ട് പഠിച്ചോളണം കേട്ടോ, നന്നായിട്ട് വായിക്കണം ടെക്സ്റ്റ് ബുക്കൊക്കെ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പാഠങ്ങൾ ഇങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലേ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കേണ്ട ഏതെങ്കിലുമൊക്കെ പാഠങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യണം, അഭിപ്രായമൊക്കെ പറയണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊന്നും പോരാ, നന്നായിട്ട് പഠിക്കുകയും വേണം കേട്ടോ. പരീക്ഷയ്ക്ക് എന്താണ് സൂപ്പറായിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.